ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ സാധാരണ പറയാറില്ലേ, നീ അത് ചെയ്യുകയല്ലേ, നീ അവിടെ പോകുകയല്ലേ, അവനത് വായിക്കുകയല്ലേ, അവൻ കളിക്കുകയല്ലേ, ഇങ്ങനെ അല്ലേ അല്ലേ വെച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകൾ, കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ, മലയാളത്തിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ കൂടെ എളുപ്പത്തിൽ ചോദിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ബോർഡിൽ കൊടുക്കുന്നുണ്ട്, അതിലൂടെ നമുക്ക് പഠിക്കാം. അതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് അറിയിക്കുക. പിന്നെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ കൊടുത്ത സെന്റൻസ് നോക്കിയേ. ഷീ ഈസ് ലേണിംഗ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്നാട്ടോ. ഷീ ഈസ് ലേണിംഗ് ഇംഗ്ലീഷ്. ഓക്കെ, ഈസ് ലേണിംഗ് പഠിക്കുകയാണ് എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, അപ്പൊ ഷീ ഈസ് ലേണിംഗ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഇനി എന്താണ്, അവൾ ഇംഗ്ലീഷ് പഠിക്കുകയാണോ എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കണം. അപ്പൊ അതെങ്ങനെ ചോദിക്കാം? ഈ ഈസിനെ ഷീനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക കേട്ടോ. ഈസ് ഷീ ലേണിംഗ് ഇംഗ്ലീഷ്? ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം കേട്ടോ. ഈസ് ഷീ ലേണിംഗ് ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് പഠിക്കുകയാണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആയി മാറിട്ടോ. ഓക്കെ, അപ്പൊ ഷീ ഈസ് ലേണിംഗ് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഈസ് ഷീ ലേണിംഗ് ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് പഠിക്കുകയാണോ? ഇനി അവൾ ഇംഗ്ലീഷ് പഠിക്കുകയല്ല എന്നെങ്ങനെയാ നമ്മൾ പറയാം? ഷീ ഈസ് നോട്ട് ലേണിംഗ് ഇംഗ്ലീഷ്. നോട്ട് വന്നില്ലേ, അപ്പൊ എന്താണ്, അതൊരു നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് മാറില്ലേ. ഷീ ഈസ് നോട്ട് ലേണിംഗ് ഇംഗ്ലീഷ്. ഓക്കെ, ഷീ ഈസ് നോട്ട് ലേണിംഗ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് പഠിക്കുകയല്ല. ഓക്കെ, ഇനി അവൾ ഇംഗ്ലീഷ് പഠിക്കുകയല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നിന്നാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. അവൾ ഇംഗ്ലീഷ് പഠിക്കുകയല്ലേ എന്ന് എങ്ങനെ പറയാം? ഈസും നോട്ട് എന്താണ് ഒന്നിച്ചു കൊണ്ടുവരാം കേട്ടോ. ഈസ് നോട്ട്. ഈസ് നോട്ട്, ഈസ് നോട്ട് നമ്മൾ അങ്ങനെ ഒരിക്കലും പറയില്ല. നമുക്ക് അതിനെ ഷോർട്ട് ആക്കിയിട്ട് ഈസിൻറ്റ് എന്ന് ഉപയോഗിക്കാം കേട്ടോ. ഈസിൻറ്റ്. ഓക്കെ, ഈസിൻറ്റ് ഷീ ലേണിംഗ് ഇംഗ്ലീഷ്? ഓക്കെ, isn't she learning English? അവൾ ഇംഗ്ലീഷ് പഠിക്കുകയല്ലേ? isn't she learning English? മനസ്സിലായില്ലേ? അപ്പൊ ഈസ് നോട്ട് എന്നാണ് ഇവിടെ ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് isn't ആക്കി കൊണ്ടുവന്നു അല്ലേ. അപ്പൊ isn't she learning English? അവൾ ഇംഗ്ലീഷ് പഠിക്കുകയല്ലേ? ഇതേപോലെ തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുകയല്ലേ, പോകുകയല്ലേ, വരികയല്ലേ, കഴിക്കുകയല്ലേ, ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു ഫോർമാറ്റിലാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത കുറച്ച് സെന്റൻസും കൂടെ നോക്കാം. നെക്സ്റ്റ്, ദേ ആർ പ്ലേയിങ്. ദേ ആർ പ്ലേയിങ് എന്താണ്, അവർ കളിക്കുകയാണ് എന്നാല്. ദേ ആർ പ്ലേയിങ്, അവർ കളിക്കുകയാണ്. ആർ പ്ലേയിങ് എന്നാല് ഇനി അവർ കളിക്കുകയാണോ എന്നിങ്ങനെ നമ്മൾ ചോദിക്കാം. ഈ ആറിനെയും ദേനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാം അല്ലെ. ആർ ദേ പ്ലേയിങ്? ആർ ദേ പ്ലേയിങ്? ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക കേട്ടോ. ക്വസ്റ്റ്യൻ ആയതാണ് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. നമ്മൾ എന്താണ് ചോദിക്കുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ടോണിൽ ചോദിക്കാം. ആർ ദേ പ്ലേയിങ്? അവർ കളിക്കുകയാണോ എന്നായില്ലേ. ഇനി അവർ കളിക്കുകയല്ല എന്ന് എങ്ങനെ പറയാം? ദേ ആർ നോട്ട് പ്ലേയിങ്. ദേ ആർ നോട്ട് പ്ലേയിങ്? അവർ കളിക്കുകയല്ല. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്, അവർ കളിക്കുകയല്ലേ എന്ന് ചോദിക്കാം. എങ്ങനെ പറയാം? ആറിഞ്ച്. ഈ ആറിനെയും നോട്ടിനെയും നമുക്ക് ഒന്നിച്ച് കൊണ്ടുവരണം അല്ലേ. അപ്പൊ എങ്ങനെ പറയാം നമ്മള്? ആറിഞ്ച്. ആറിഞ്ച്. ആറിഞ്ച് ദേ, ഇനി സബ്ജക്റ്റ് കൊണ്ടുവരാം അല്ലെ. ആറിഞ്ച് ദേ പ്ലേയിങ്? അവർ കളിക്കുകയല്ലേ. ആറിഞ്ച് ദേ പ്ലേയിങ്? അവർ കളിക്കുകയല്ലേ എന്നായില്ലേ. അപ്പൊ ഇത്രയും മനസ്സിലായില്ലേ. അപ്പൊ നമുക്കിനി വേറൊരു സെന്റൻസും കൂടെ നോക്കാം അല്ലെ. ഓക്കെ, ഷീ ഈസ് എ ടീച്ചർ. എന്താണ്, അവൾ ഒരു ടീച്ചറാണ്, അല്ലെങ്കിൽ അവൾ ഒരു ടീച്ചർ ആകുന്നു. ഓക്കെ, ഷീ ഈസ് എ ടീച്ചർ. ഇനി അവൾ ഒരു ടീച്ചർ ആണോ എന്ന് ചോദിക്കാം. ഈസ് ഷീ എ ടീച്ചർ? ഈസ് ഷീ എ ടീച്ചർ? ഈസ് ഷീ എ ടീച്ചർ? ഓക്കെ, ഇനി അവൾ ഒരു ടീച്ചർ അല്ല എന്ന് എങ്ങനെ പറയാം? ഷീ ഈസ് നോട്ട് എ ടീച്ചർ. ഷീ ഈസ് നോട്ട് എ ടീച്ചർ? അവളൊരു ടീച്ചർ അല്ല. ഇനി അവളൊരു ടീച്ചർ അല്ലേ എന്ന് ചോദിക്കാം. isn't she a teacher? isn't she a teacher? അവൾ ഒരു ടീച്ചർ അല്ലേ?
ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ 3 എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഈ ഒരു കാര്യം പഠിച്ചെടുത്തു അല്ലേ. ഇസിൻ ഷീ എ ടീച്ചർ ഒക്കെ, ഷീ ഈസ് എ ടീച്ചർ, അവളൊരു ടീച്ചറാണ് അല്ലേ, അവളൊരു ടീച്ചറാണ് അല്ലേ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ. അവളൊരു ടീച്ചറാണ് അല്ലേ, ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ മലയാളത്തിൽ. അല്ലേ, ആണോ, ആണല്ലേ എന്നൊക്കെ ചോദിക്കാറില്ലേ. ഇതെങ്ങനെ നമുക്ക് ചോദിക്കാന്ന് കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഷീ ഈസ് എ ടീച്ചർ, അവളൊരു ടീച്ചറാണ്. അപ്പൊ നമുക്ക് അല്ലേ എന്ന് ചോദിക്കുക എങ്ങനെയാണ്? ഇസിൻ ഷീ എന്ന് പറയാം കേട്ടോ. എങ്ങനെ? isn't she, okay, അല്ലേ, isn't she, അതാണ് നമ്മൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ള കേട്ടോ. അപ്പൊ ഞാൻ മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു. ഓക്കെ, അപ്പൊ എത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം തന്നെയാണല്ലേ ഇത്. നീ പോകുകയല്ലേ, നീ എഴുതുകയല്ലേ, നീ കളിക്കുകയല്ലേ, ഇങ്ങനെ അല്ലേ അല്ലേ എന്നുള്ള വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പൊ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.